നമസ്കാരം, എല്ലാവർക്കും മൈ ട്രിപ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഞങ്ങൾ ഇന്ന് ഡനാങ്ങിലേക്ക് പോവുകയാണ്. ഹനോയ് എന്ന ആ സിറ്റി വിട്ടിട്ട് ഡനാങ്ങിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ 4 മണിക്കാണ് ഫ്ലൈറ്റ്. അതായത് നമ്മൾ രാവിലെ 2:30 ഇപ്പോൾ എഴുന്നേറ്റ് ഇപ്പോൾ എയർപോർട്ടിലെത്തി ഇപ്പോൾ ഫ്ലൈറ്റ് കയറാൻ പോവുകയാണ്. സോ ഹനോയ് വളരെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഡനാങ്ങും അതുപോലെ തന്നെ ആയിരിക്കാമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഹാനോയ് മിസ്സായി കേട്ടോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സിറ്റിയും വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ലാൻഡ്സ്കേപ്പുമാണ്. ഒരുപാട് യുനെസ്കോ പ്രൊട്ടക്റ്റഡ് സൈറ്റ്സ് ഉണ്ട്. അപ്പോൾ തീർച്ചയായും കാണണം. ഇപ്പോൾ നമ്മൾ ഡനാങ്ങിലെത്തി കേട്ടോ. ഡനാങ്ങിലെത്തിയിട്ട് ഞങ്ങൾ ആദ്യം പോയത് ഇവിടുത്തെ ഒരു ചെറിയ ഹോട്ടലിലാണ്. നമ്മൾ ഇന്ത്യയിൽ കാണുന്ന പോലത്തെ ഹോട്ടലാണ്. ഇവിടെ എഗ് ഫ്രൈഡ് റൈസ് പിന്നെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ട്, അത് കഴിച്ചു. അതിനുശേഷം ഇവിടെ ഒരു മാർബിൾ ഷോപ്പിൽ നമ്മൾ കയറി. ആക്ച്വലി നമ്മൾ ഇന്ന് കോക്കനട്ട് വില്ലേജിലേക്കാണ് പോകുന്നത്. പക്ഷെ പോകുന്ന വഴിയിൽ ഇതുപോലത്തുള്ള കുറേ ഷോപ്പുകൾ, മാർബിൾസ്, വലിയ വലിയ വിഗ്രഹങ്ങൾ വെച്ചിട്ടുള്ള ഷോപ്പുകൾ കാണുമ്പോൾ അതിലേക്കൊന്ന് കയറാമെന്ന് പറഞ്ഞു കേട്ടോ. ആക്ച്വലി ഇത് പാക്കേജിൽ ഇൻക്ലൂഡ് അല്ല, പക്ഷേ സമയം ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മൾ കയറി. ഇങ്ങനെയുള്ള ഒരുപാട് ഷോപ്പുകളുണ്ട് ഇവിടെ, ഒരുപാട് സ്റ്റാച്യൂസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ആക്ച്വലി ഹോട്ടൽസ് അല്ലെങ്കിൽ വലിയ വലിയ റിസോർട്ട്സ് ഒക്കെയാണ് ഇത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആക്ച്വലി നമുക്ക് ഇവിടുന്ന് വാങ്ങാനൊന്നൊരു ഒരു പ്ലാനും ഇല്ല, കാരണം ഇതൊക്കെ വലിയ സ്റ്റാച്യൂസാണ്. ചെറുതുകൊണ്ട് കേട്ടോ, പക്ഷേ ഭയങ്കര കോസ്റ്റ്ലിയാണ്. പിന്നെ ഇവിടെ ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ, ഇവിടെ എല്ലാ ഷോപ്പുകളിലും ഇങ്ങനെയുള്ള മാർബിൾ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലത്തെ ഗാർഡൻ ഉണ്ട് കേട്ടോ. അത് വളരെ നീറ്റായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോന്നും സ്റ്റാച്യൂസൊക്കെ നല്ല രസമുണ്ട്. ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും കോക്കനട്ട് വില്ലേജിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ ഈ റോഡിൻ്റെ സൈഡിലായിട്ടില്ല ഇവിടെ ഒരുപാട് റിസോർട്ട്സ് നമുക്കിങ്ങനെ കാണാൻ പറ്റും കേട്ടോ. ഇത് ആക്ച്വലി റിസോർട്ടിൻ്റെ ഏരിയ ആണ്. അപ്പോൾ അതൊക്കെ പാസ് ചെയ്തുകൊണ്ട് നമ്മൾ കോക്കനട്ട് വില്ലേജിലേക്ക് പോയി. ഇപ്പോൾ നമ്മളിവിടെ കോക്കനട്ട് വില്ലേജിൽ എത്തി കേട്ടോ. ഇവിടെ ആക്ച്വലി ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ദിസ് ഈസ് റൂറൽ ആണെങ്കിലും നീറ്റ്ലി അറേഞ്ച്ഡ് ആണ്. പിന്നെ വിയറ്റ്നാമിൻ്റെ പ്രത്യേകത ഒരുപാട് കളർഫുൾ ആയിരിക്കും കേട്ടോ. എവിടെ പോയാലും നല്ല കളർഫുൾ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ബോട്ട് പോലും നല്ല കളർഫുള്ളാണ്. അപ്പോൾ ഇവിടെ ബാംബു ബോട്ടിലായിരുന്നു നമ്മൾ റൈഡ് ചെയ്യാൻ പോകുന്നതെന്ന്. ആൻഡ് അതിൽ ആക്ച്വലി 3 പാസഞ്ചേഴ്സും ഒരു ഡ്രൈവറും അടക്കം മാക്സിമം 4 പേർക്കാണ് സഞ്ചരിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞങ്ങൾ ബാംബു ബോട്ടിൽ കയറിയിട്ട് യാത്ര തുടങ്ങി കേട്ടോ. ആക്ച്വലി മഡ് വാട്ടറാണ് ഇവിടെ, നല്ല ശുദ്ധമല്ലാത്ത വെള്ളമാണ്, ചളി വെള്ളം. അതിൻ്റെ സൈഡിലായിട്ടില്ലേ ചെറിയ ചെറിയ തെങ്ങുകൾ, നമുക്ക് നമ്മളെ തെങ്ങുകളെ പോലെയല്ല, ചെറിയ ചെറിയ തെങ്ങുകൾ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പേര് കോക്കനട്ട് വില്ലേജ് എന്ന് വന്നത്. അപ്പോൾ ഒരു മാർഷ് ലാൻഡാണ്. അപ്പോൾ അതിനെ കൂടിയിട്ട് നമ്മളിങ്ങനെ യാത്ര തുടങ്ങിയിട്ട് ഇപ്പം നമ്മൾ പോകുമ്പോൾ നമ്മളെ പോലത്തെ ഒരുപാട് ബോട്ട് ഇവിടെ കാണാം. എല്ലാവരും യാത്ര ചെയ്യുന്ന പാസഞ്ചേഴ്സാണ്, മോസ്റ്റ്ലി ടൂറിസ്റ്റേഴ്സ്, ഫോറിനേഴ്സാണ് കേട്ടോ. അപ്പോൾ ആക്ച്വലി എല്ലാവരും ഇവിടെ ഗ്യാങ് ആയിട്ട് വന്നവരും ഇൻഡിവിജ്വലായിട്ട് വന്നവരൊക്കെ ഉണ്ട്. നമ്മളെപ്പോലത്തെ ഗ്യാങ് ആയിട്ട് വന്നവരൊക്കെ ഇങ്ങനെ ഒരു ഗ്രൂപ്പായിട്ടാണ് പോകുന്നത് കേട്ടോ. അവരൊക്കെ ഭയങ്കര ബഹളം വെച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഫോട്ടോ എടുക്കുന്നുണ്ട്, എല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ട്. അങ്ങനെയാണ് സംഭവം. ഇതിലേ പോയി നമുക്കല്ലേ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് കാണാം. ഓരോ സെക്ഷൻസിൽ ഒരു ആക്ടിവിറ്റി ആയിരിക്കും. അങ്ങനെ ഓരോ ആക്ടിവിറ്റിയിലേക്കാണ് നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പോയത് ഇവിടുത്തെ ഒരു ഡാൻസിങ് ബോട്ട് ആക്ടിവിറ്റിയിലേക്കാണ്. ഇവിടെ ഒരാൾ ബോട്ടിനെ ഇങ്ങനെ ഡാൻസ് കളിപ്പിച്ചുകൊണ്ടിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഇതിൽ കയറാം കേട്ടോ, അത് ചാർജബിൾ ആണ്. അപ്പോൾ ഇവിടെ മ്യൂസിക് ഒക്കെ പ്ലേ ആവുന്നുണ്ട്. ഇവിടുന്ന് എല്ലാവരും ചുറ്റും ഇരുന്ന് കൈകൊട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മളും കയറിയിട്ട് ഇത് ചാർജബിൾ ആണ്. ആക്ച്വലി വൈഫ് കയറിയില്ല, കാരണം വൈഫിന് വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ 2 പേര്, ഞാനും മോളാണ് കയറിയത്. അത് ആക്ച്വലി ഒരു 30 സെക്കൻഡ് മാത്രമേ ഉണ്ടായുള്ളൂ കേട്ടോ, അവരങ്ങനെ ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്രയായി. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഇവിടെ കാണാൻ സാധിച്ചത് ഇവിടുത്തെ ഒരു പാർട്ടിയാണ് കേട്ടോ. ഒരു
മ്യൂസിക് സിസ്റ്റം, മ്യൂസിക് DJ പാർട്ടി ആയിരുന്നു. അത് ആക്ച്വലി ഇതിൻ്റെ നടുവിൽ കൊണ്ടുപോയിട്ട് ഒരു ബോട്ടിൽ നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഫിഷിങ്ങിന് പോയി. അപ്പോൾ ആക്ച്വലി നമ്മൾ കുറേ ട്രൈ ചെയ്തു, പക്ഷേ ഫിഷൊന്നും കിട്ടിയില്ല കേട്ടോ. മോസ്റ്റ്ലി ക്രാബിനെയാണ് അവർ പിടിക്കാൻ ശ്രമിച്ചത്, ഫിഷിനെ അല്ല. ഒരുപാട് ട്രൈ ചെയ്തു, പക്ഷേ പിടിക്കാൻ പറ്റിയില്ല കേട്ടോ. മോള് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മോള് ഒരുപാട് ട്രൈ ചെയ്തു. എങ്കിലും ഇതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അങ്ങനെ ഭയങ്കര എവർലാസ്റ്റിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇന്നത്തെ കോക്കനട്ട് വില്ലേജ് വിസിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നുണ്ട് കേട്ടോ തിരിച്ച്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കാണാം ഒരുപാട് ഇങ്ങനത്തെ ഹട്ട് ഉണ്ട്. അവിടെ നിന്നാണ് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അപ്പോൾ ആക്ച്വലി അതും പാക്കേജിൽ ഇൻക്ലൂഡ് ആയിരുന്നു. ഇതൊക്കെ ഇവരെ വീടാണ് കേട്ടോ, ഇവിടെയാണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ ഇവരെ ആക്ച്വൽ ലൈവ്ലിഹുഡ് തന്നെ ഇവിടെയാണ്. ഇപ്പോൾ ആക്ച്വലി കോക്കനട്ട് വില്ലേജോട് ബായ് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും യാത്രയായി. ഇപ്പോൾ നമ്മൾ റൂമിലേക്കാണ് പോകുന്നത് കേട്ടോ. ഭയങ്കര ക്ഷീണം. അത് കഴിഞ്ഞാണ് ഞങ്ങൾ ഹൊയ്യാനിലേക്ക് പോകുന്നത്. ഹൊയ്യാൻ ഈസ് എ ഫാന്റാസ്റ്റിക് പ്ലേസ്. നമുക്ക് രാത്രിയാണ് കൂടുതൽ ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈവനിങ് തന്നെ പോകാൻ ശ്രദ്ധിക്കുക. നമ്മളെ റൂമിൽ നിന്ന് ഒരു 1 hour ജേണി ഉണ്ട് കേട്ടോ ഇങ്ങോട്ടേക്ക്. ഇത് ആക്ച്വലി ലാൻറ്റേൺസിൻ്റെ ഒരു സ്ഥലമാണ്. ദ പ്ലേസ് ഓഫ് ലാൻറ്റേൺസ് ആണിത്. അപ്പോൾ ഇവിടെ ഒരുപാട് സ്ട്രീറ്റ് ഷോപ്സും ഭയങ്കര ലൈറ്റും കളർഫുൾ ലാൻറ്റേൺസും ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. വിയറ്റ്നാമിൽ വന്നാൽ നിർബന്ധമായിട്ട് നമ്മൾ കുടിക്കേണ്ട 2 കോഫിയാണ്. ഒന്ന് സോൾട്ട് കോഫിയും ഒന്ന് പിന്നെ എഗ് കോഫിയും. ഇങ്ങനെ 2 സംഭവങ്ങൾ എന്തായാലും കുടിച്ചിരിക്കണം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്, വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു സ്പെഷ്യൽ കോഫി ഷോപ്പിൽ നിന്നാണ് ഇത് കുടിച്ചത്. ഇത് ഹൊയ്യാനിൽ ഇത് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ, ഈ എഗ് കോഫിയും പിന്നെ സോൾട്ട് കോഫിയൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ ലാൻറ്റേൺ ക്ലാസ്സിന് വേണ്ടിച്ച് പോയി. ഇവിടെ ലാൻറ്റേൺ ഉണ്ടാക്കുന്ന ഒരു ട്രെയിനിങ് ഷോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് പഠിച്ചു. പ്രാക്ടിക്കലായിട്ട് പഠിച്ചു കേട്ടോ. നമ്മൾ ഓരോന്നും പേസ്റ്റ് ചെയ്ത് ഗമ്മ് വെച്ച് ആ ലാൻറ്റേൺ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ നമുക്ക് 3 ആൾക്കും കിട്ടി കേട്ടോ ഓരോ ലാൻറ്റേൺസ്. അപ്പോൾ ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. നമുക്ക് എന്താ പറയാൻ പറ്റൂല, ഇങ്ങനെയുള്ളൊരു കൾച്ചറിലേക്ക് നമ്മളിങ്ങനെ ഇറങ്ങി ചെല്ലുകയാണ്, അവരെ കൾച്ചർ പോയിട്ട് പഠിക്കുകയാണ്. അപ്പോൾ അത് നല്ല രസമാട്ടോ. അതിനുശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടുത്തെ ലാൻറ്റേൺസ് ഒക്കെ ഇങ്ങനെ നൈറ്റ് ഗ്ലോ ചെയ്യുമ്പോൾ നമ്മൾക്കിത് വേറെ ഏതൊരു സ്ഥലത്ത് എത്തിയതുപോലെയാണ് തോന്നുന്നത് കേട്ടോ. ഹൊയ്യാൻ അതുകൊണ്ടാണ് അത് ഒരിക്കലും യുനെസ്കോ പ്രൊട്ടക്റ്റഡ് സൈറ്റായിട്ട് മാറിയിരുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി മറ്റൊരു കൺട്രി അല്ലെങ്കിൽ മറ്റൊരു പ്ലേസ് ഇതുപോലത്തെ ഇല്ല. ഭയങ്കര ക്രൗഡായിരുന്നു കേട്ടോ. നൈറ്റായി, ഇപ്പോൾ ഏകദേശം 7 o'clock ആയി. നിറച്ചും ആൾക്കാരാണ്. കാരണം ഇത് വിസിറ്റ് ചെയ്യേണ്ടത് തന്നെ നൈറ്റാണ് കേട്ടോ, പകലല്ല. കാരണം ഈ ലൈറ്റൊക്കെ ഗ്ലോ ചെയ്യുന്നത് കാണണമെങ്കിൽ പകൽ വന്നാൽ കാര്യമില്ല. അപ്പോൾ നമ്മൾ ഇവിടുത്തെ മെയിനായ ഒരു സ്പോട്ടിലേക്ക് എത്തി കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഒരു സ്ട്രീമുണ്ട്, ലേക്ക് ഉണ്ട്. അപ്പോൾ അതിൽ ആക്ച്വലി ഇവിടെ ലാൻറ്റേൺ കത്തിച്ചിട്ട് അതിൽ ഒഴുക്കും, അതിൻ്റെ നടുവിലേക്ക് ഓടിച്ച് ഇപ്പോൾ നമ്മൾ ബോട്ടിങ്ങിന് പോവുകയാണ്. അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ചുറ്റും ലൈറ്റും അതിൻ്റെ നടുവിലെ നമ്മളിങ്ങനെ ബോട്ടിൽ പോകുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. തുഴയുന്നാളടക്കം 4 പേരാണ് ഈ ബോട്ടിൽ ഉണ്ടായത്. അപ്പോൾ ഇതിന് മുകളിലും ആൾക്കാർക്ക് കയറാൻ പറ്റും, മറ്റുള്ള ബോട്ടുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടത്. ബട്ട് നമ്മൾ ഇത്ര പേരേ ഉള്ളൂല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ കയറി. ആൻഡ് നല്ല രസമാട്ടോ. ഭയങ്കര ക്രൗഡ് പ്ലേസ് ആണ്. ചുറ്റും ലേക്കാണ്, വെള്ളമാണ്, അതിലിങ്ങനെ ലാൻറ്റേൺ ഒഴുകുന്നത്. നമ്മളെ ബോട്ടിലും ഉണ്ട് കേട്ടോ ലൈറ്റൊക്കെ വെച്ചിട്ട്. അപ്പോൾ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. സ്പെഷ്യലി നൈറ്റ് ബോട്ടിൽ പോകുന്നത് തന്നെ രസമല്ലേ. അത് കഴിഞ്ഞ് ഞങ്ങൾ ലാൻറ്റേൺ വെള്ളത്തിലൊഴുക്കി. നമ്മൾ 3 പേർക്ക് ഒഴുക്കാൻ പറ്റും കേട്ടോ, അത് പാക്കേജിൽ ഇൻക്ലൂഡ് ആണ്. അപ്പോൾ നമ്മൾ ഓരോ ആൾക്കാരായിട്ട് ലാൻറ്റേൺ വെള്ളത്തിലൊഴുക്കി. ആൻഡ് വളരെ ഡിഫറെൻ്റായ ഒരു എക്സ്പീരിയൻസ് ആണ്, ബ്യൂട്ടിഫുള്ളാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഇതിലിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നടന്നു. നമുക്ക് തിരിച്ച് റൂമിലേക്ക് പോകാൻ തോന്നുന്നുണ്ടായില്ല. ഗൈഡ് നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നു കേട്ടോ, ഓരോ സ്ഥലം കാണിക്കുന്നുണ്ട്. ഇവിടെ ടെമ്പിൾ ഉണ്ട്, സ്കൂളുണ്ട്, അങ്ങനെ പലതരം ഷോപ്സ് ഉണ്ട്. നമുക്ക് കൊണ്ടുപോകാനായിട്ട്, നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരുപാട് ഐറ്റംസൊക്കെ ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നടന്നു. നല്ല രസമായിരുന്നു. ക്രൗഡ് കുറയാൻ തുടങ്ങി കേട്ടോ. ഏകദേശം ഒരു 8-8:30 ആകുമ്പോഴേക്കും തിരക്ക് കുറഞ്ഞു. അപ്പോൾ ഈ സ്ട്രീറ്റ് ഫുഡ്സൊക്കെ ഇവിടെ സെല് ചെയ്യുന്ന കാണാം. അത് കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഒരു 10:30 ആകുമ്പോൾ 11 മണിയാകുമ്പോൾ റൂമിലെത്തിട്ടോ. സോ വളരെ ഷോർട്ടായ എപ്പിസോഡായിരുന്നു. അടുത്ത വീഡിയോയിൽ ദനാങ്ങിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാം.